ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. +1 ക്ലാസ്സിലെ ഓണ എക്സാം മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ കുറേ ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് തന്നിരുന്നു. ഇന്ന് നമുക്ക് ഇതിൻ്റെ ബാലൻസ് നോക്കാം. വായിക്കാൻ പോവാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സഹി മിലൻ കരോ എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ളത് ചേർത്ത് എഴുതുക. എ കോളം ബി കോളമാണ്. എ കോളത്തിനോട് യോജിക്കുന്ന വാക്ക് ബി കോളത്തിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതുക. അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ. നമുക്ക് എ കോളത്തിൽ 4 കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ 4 കോളങ്ങളാണ് നമുക്കൊന്ന് വായിക്കാം. ഒന്ന് കബീർദാസെ. ബി കോളത്തിൽ ശരിയായിട്ടുള്ളത് നോക്കിയേ സന്ത് ഏവം സമാജ സുധാരക്. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 4ാമത് കിടക്കുന്നേ അതെടുത്ത് 1ാമതായി എഴുതണം. സന്യാസി വര്യനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു കബീർദാസ്. നെക്സ്റ്റ് അസ്ലം. അസ്ലം എന്ന് വെച്ചാൽ ദോനം കുർദോമേ കറാബി. 2 കിഡ്നികളും തകരാറിലായിരുന്നു. 3 നാട്യരൂപാന്തർ, അതാണ് ജുലൂസെ. 4 ജയശങ്കർ പ്രസാദ് മധുരദു. അങ്ങനെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് ദോഹയാണ്. വായിക്കാം. നോക്കിയേ ദോഹ പടേ അവർ ആശയ ലിഖേ. ദോഹ വായിക്കുക, അതിൻ്റെ ആശയം എഴുതുക. നമുക്ക് ക്ലാസ്സിൽ എടുത്തതാണ് ദോഹ. 5 ദോഹകളുണ്ട്. അത് എക്സാമിന് കാണും. ഏതെങ്കിലും ഒരെണ്ണം ദോഹയാണ്, പ്രധാനപ്പെട്ടതാണ്, പഠിക്കണം. അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും കാണും കേട്ടോ. ഒരെണ്ണം പഠിക്കുക. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരെണ്ണം ഞാനിവിടെ തന്നിരിക്കുന്നു. നോക്കാം. ബുരാ ജോ ദേഖൻ മേൻചല ബുരാ ന മിലിയ കോയ് ജോ ദിൽ ഖൗജെ ആപ്ന മുച്ഛസ ബുറാ ന കോയ്. ഓക്കെ, ബുരാ ജോ ദേഖെന്ന് വെച്ചാൽ തിന്മയെ കാണാൻ വേണ്ടി ഞാൻ പോയി. ബുരാ ന മിലിയെ കോയ്, ഒരിടത്തും എനിക്ക് തിന്മയെ കാണാൻ കഴിഞ്ഞില്ല. ജോ ദിൽ ഖൗജ. ഖൗജ് എന്ന് വെച്ചാൽ കൗജ് ഖോജാണ്. ഖോജ് തേടുക. ഞാൻ എൻ്റെ മനസ്സിലേക്കൊന്ന് തേടി എന്ന് വെച്ചാൽ നോക്കി. മുച്ഛസെ, എന്നേക്കാൾ ബുരാ മോശമായി ആരും ഉണ്ടായില്ല. അതാണ് ദോഹയുടെ ആശയം. അത് ഹിന്ദിയിലെ എൻ്റെ ആശയം എഴുതി കൊടുക്കുക. നോക്കി, ആദ്യത്തെ പാരഗ്രാഫിലെ കവിയെക്കുറിച്ച് എഴുതുക. കബീർദാസ് ആണ്. കബീർദാസ് നിർഗുണ ഭക്തിധാര കെ കവി ധേ. കബീർദാസ് നിർഗുണ ഭക്തിധാരയിലെ കവിയായിരുന്നു. വേ മൂർത്തിപൂജ കെ വിരോധി ധേ. അദ്ദേഹം മൂർത്തിപൂജ, വിഗ്രഹ ആരാധനയെ എതിർത്തിരുന്നു. ഉൻകാ ഗ്രന്ഥ് ബീജക് ഹേ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് ബീജക്. നെക്സ്റ്റ് പാരഗ്രാഫിൽ അതിൻ്റെ ആശയം എഴുതുക. നോക്കി, കവി കഹത്തെ ഹൈക്കി. കവി പറയുന്നു ബൂരെ ലോകം കോ ടൂണ്ടിത്തെ ബേച്ചലെ. ടൂണ്ടിന തേടുക. മോശമായി ജനങ്ങളെ തേടി അദ്ദേഹം നടന്നു. ലേക്കിൻ എന്നാൽ കോയി ബുര ആത്മീ നഹി മില. എന്നാൽ ഒരു ബുര എന്ന് വെച്ചാൽ മോശമായ ആത്മീയ മനുഷ്യനെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്തമേം അവസാനം ഉൻഹേ അപ്പനെ ദിൽ മേം കോജ. അവസാനം അദ്ദേഹത്തിൻ്റെ ദില്ലിലേക്കൊന്ന് ഖോജ തേടി. അർത്ഥാത് അതായത് അപ്പനെ ബാരമേ സോച്ച. ദില്ലിലേക്ക് ഖോജ എന്ന് വെച്ചാൽ തേടി. അതിൻ്റെ അർത്ഥമാണ് അദ്ദേഹത്തെ ബാരെ പറ്റി സോച്ചിന ചിന്തിച്ചു. തബ് സമച്ച ലിയാക്കി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പനെ സമാൻ ബുര ദൂസര കോയി നഹിഹേ. അദ്ദേഹത്തിന് സമാനമായി മോശമായിട്ട് മറ്റൊരാൾ ഇല്ല എന്ന്. ഓക്കെ, അടുത്ത പാരഗ്രാഫ് വേണമെങ്കിൽ അത് അങ്ങനെ ആക്കി എഴുതാം കേട്ടോ. കവിക്ക് മതലബ് യഹായ്ക്ക്. ഇവിടെ തൊട്ട് കവിയുടെ ആശയം ഇതാണ്. എന്താണെന്ന് നോക്കിയേ. ദൂസരോं की बुराई पर ധ്യാൻ देने के पहले अपने को सुधारना जरूरी है. മറ്റുള്ള ആൾക്കാരുടെ ബുരായികൾ, തിന്മകൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധ കൊടുക്കുമ്പോൾ, അതിനേക്കാൾ പഹലെ നേരത്തെ നമ്മളെ ഒന്ന് പരിഷ്കരിക്കേണ്ടത് സരൂരി ആവശ്യം തന്നെ ആണ്. അതാണ് ദോഹയുടെ ആശയം. പഠിച്ചു വയ്ക്കണമേ. അടുത്ത ക്വസ്റ്റ്യൻ ഡയറിയാണ്. ഡയറിയുടെ ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഡയറി ഞാൻ തന്നിട്ടുണ്ട്. അസ്ലം എന്ന പാഠവും ജുലൂസ് എന്ന പാഠത്തിൻ്റെ ഡയറിയോ പരീക്ഷിക്കുന്നുള്ളതാണ്. നമുക്ക് ഡേറ്റും ഡേയും ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴേക്ക് ആജിക്ക ദിൻ മേം കൈസെ ഫുലം. ഇന്നത്തെ ദിനം ഞാൻ എങ്ങനെ മറക്കും. അല്ലെ ആജിക്ക ദിൻ അച്ചാഹെ അല്ലെ ബുറാഹെ ലേക്ക് ഘടന ഹുവ എന്നൊക്കെ എഴുതാം. ആ സന്ദർഭത്തെ അടിസ്ഥാനമാക്കി വേണം എഴുതാൻ. എന്നിട്ട് അത് ശരിക്കും ആ ഡേറ്റും ഡേ മറന്നുപോലെ എഴുതിയിട്ട് കോളത്തിനകത്താക്കി വെക്കണം ഡയറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. യാത്രിക്കോ തന്നതാണത് കേട്ടോ. യാത്രിക്കോ ദഫ്തർ പഹുഞ്ചനെ കെലിയെ അസ്ലം നഹി ആയ. യാത്രികനെ ഓഫീസിൽ എത്തിക്കുവാൻ വേണ്ടി അസ്ലം വന്നില്ല. ഇസ്കെ ബദലെ അതിന് പകരം നയ റിക്ഷവാലയാണ് ആയ വന്നത്. ഇസ്കെ ബാരെ മേം നയ റിക്ഷവാല യാത്രി സെ ബാത്ചീത് കർത്താ ഹേ. അതായത് ഇസ്കെ ബാരെ എന്ന് വെച്ചാൽ അസ്ലമിനെ പറ്റി പുതിയ റിക്ഷവാല നമ്മുടെ യാത്രികനോട് സംഭാഷണം നടത്തുന്നു. വഹ ബാത്ചീത്തിലേക്ക് ആ സംഭാഷണം എഴുതുക എന്ന് തന്നിട്ടുണ്ട്. അത് വായിച്ച് പഠിക്കുക. അസ്ലമിൻ്റെ പാഠത്തിൽ നിന്ന് അസ്ലമിൻ്റെ ഭാര്യയും യാത്രികനുമായിട്ടുള്ള ഡയറിയുമുണ്ട്. ഡയറിയല്ല, അതിൻ്റെ കോൺവെർസേഷൻ. അത് രണ്ടും ചോദിക്കാൻ കൊള്ളാം. ആ പാഠം നല്ലതാണ് വാർത്താലാപിന്. അത് രണ്ടും വായിച്ച് പഠിച്ച് വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ.
अंग्रेजी और हिंदी के 8 പാരിഭാഷിക ശബ്ദ ജോഡോ ചുൻകർ ലിഖേ. അംഗ്രേസി ഓർ ഹിന്ദി ഇംഗ്ലീഷ് വാക്ക് തരും, അതിൻ്റെ അതേ ഹിന്ദി വാക്ക് തന്നെ നിങ്ങൾ എഴുതണം. ആട്ടെന്ന് വെച്ചാൽ 8 എണ്ണമാണ്. ആ 8 എണ്ണം കൃത്യമായിട്ട് എഴുതി കൊടുക്കണം. 8 മാർക്കാണ്. നോക്കിയേ, ആദ്യത്തെ വായിച്ചു തരാം. ക്യാൻസൽ എന്ന് വെച്ചാൽ റദ്ദ് കരോ, അതതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ കൂടെ എഴുതി കൊടുക്കുക. അടുത്ത ഫോർമാറ്റ് എന്ന് വെച്ചാൽ പ്രാരൂപ്. അടുത്ത സെർച്ച് എന്ന് വെച്ചാൽ കോജ്. നെക്സ്റ്റ് ട്രാഷ് എന്ന് വെച്ചാൽ കൂടെദാൻ. അടുത്തത് റിസോഴ്സ് സംസാധൻ. നെക്സ്റ്റ് പബ്ലിക് സാർവജനിക്. അടുത്ത ഫയൽ സഞ്ചിക. നെക്സ്റ്റ് ഇൻപുട്ട് അന്തർപാത. അത് അത്രയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളുന്ന വാക്കുകളൊക്കെയാണത്. ഇത് പഠിച്ചു വയ്ക്കണം. അതിൻ്റെ കൂടെ കുറച്ച് വേർഡ്സുകൾ കൂടിയുണ്ട്, അതുകൂടെ നിങ്ങൾ വായിച്ച് പഠിച്ച് വയ്ക്കുക. ടെക്സ്റ്റിനകത്തുണ്ട്. ഇതൊരു ക്വസ്റ്റ്യനാണ്, 8 മാർക്കുമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ ബാക്കി പറഞ്ഞുതരാം. ഓക്കെ, ശരിയെന്ന്.